ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ ശൗലിനോടുള്ള വിവിധ തരത്തിലെ ദൈവകൃപയുടെ അനുഗ്രഹീതമായ ചിത്രങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഒടുവിലായിട്ട് ഓർത്തത് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളം കോരുവാൻ പോകുന്ന ഒരു കൂട്ടം ബാല്യക്കാരത്തികളിലൂടെയും ദൈവം ശൗലിനു വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുന്നതായി കാണുവാൻ കഴിയുന്നു. ശമൂവേലിന്റെ അടുക്കിലേക്ക് എത്തുവാനുള്ള ഒരു പടി കൂടെ അവരിലൂടെ ദൈവം ഒരുക്കുകയാണ്. വാസ്തവത്തിൽ ചെറുത് എന്ന് ചിന്തിച്ച ഈ വസ്തുതയും അല്ലെങ്കിൽ മനുഷ്യർ അത്ര ശ്രദ്ധിക്കാത്ത ഈ കാര്യത്തിലൂടെയും ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് നന്മകൾ ഒരുക്കും എന്നതിൻ്റെ ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന് കർത്താവ് അതാത് സമയത്ത് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുക തന്നെ ചെയ്യും. അതിന് ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി നാം ശ്രദ്ധിക്കാത്ത ഏതെല്ലാം സാഹചര്യങ്ങളെ, ഏതെല്ലാം ആളുകളെ കർത്താവ് ഉപയോഗിക്കും എന്നതിൻ്റെ നേർരേഖാചിത്രമാണ് നാം കണ്ടത്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 93-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്നേഹപൂർവ്വം അങ്ങയ്ക്ക് സ്വാഗതം. നാം ഓർത്തതുപോലെ 9-ാം അധ്യായം ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ ദൈവമൊരുക്കുന്ന അല്ലെങ്കിൽ ശൗലിന് നൽകിയ നിരവധി അനുഗ്രഹങ്ങളിൽ 7-ാമത്തെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. അതിന് ആധാരമായിട്ട് 22-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചാലും. പിന്നെ ശമൂവേൽ ശൗലിനെയും അവൻ്റെ ഭൃത്യനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടു ചെന്ന് ക്ഷണിക്കപ്പെട്ടവരിടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേർ ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം നൽകുന്ന അനുഗ്രഹം ശ്രദ്ധിച്ചുവോ? ക്ഷണിക്കപ്പെട്ടവരിടയിൽ പ്രധാന സ്ഥലം ശമൂവേലിലൂടെ ശൗലിനും അവൻ്റെ ഭൃത്യനും കർത്താവ് ഒരുക്കുകയാണ്. വാസ്തവത്തിൽ നന്ദി നിറയുന്ന ഹൃദയത്തോട് മാത്രമേ ഇത് ഓർക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൻ്റെ കാണാതെ പോയ കഴുതകളെ തേടി ഇറങ്ങിയ ഈ ശൗലിനെ സംബന്ധിച്ച് യാതൊരു കാരണങ്ങൾ അവൻ്റേതായിട്ടുള്ളത് കൊണ്ടുമല്ല ദൈവം അവനെ തിരഞ്ഞെടുത്തത്. മറിച്ച് കർത്താവിന് അവനോട് കൃപ തോന്നി. പ്രിയപ്പെട്ടവരെ, ആ കൃപ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അവനെ മുൻപിലേക്ക് കൊണ്ടുവന്ന് ക്ഷണിക്കപ്പെട്ടവരിടയിൽ പ്രധാന സ്ഥാനത്തേക്ക് തൻ്റെ ദാസനായ ശമൂവേലിലൂടെ വഴിയൊരുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് തുറന്ന് കർത്താവിനോട് സമ്മതിക്കാനായിട്ട് കഴിയണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു നന്മയും എൻ്റെ കഴിവ് കൊണ്ടല്ല, പ്രത്യുത അങ്ങയുടെ കൃപയുടെ അടിസ്ഥാനത്തിൽ അങ്ങ് എനിക്കൊരുക്കുന്ന എല്ലാ നന്മകൾക്കായി ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നുവെന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറയുവാൻ നമുക്ക് സാധിക്കണം. ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക, ശമൂവേൽ ഇവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ ഇസ്രയേലെല്ലാം വിശ്വസ്തനെന്ന് മനസ്സിലാക്കിയിരുന്ന അനുഗ്രഹീതനായ ഈ പ്രവാചക ശ്രേഷ്ഠനിലൂടെ ദൈവം ശൗലിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതിന് എന്തർഹത അവനുണ്ട്? ശമൂവേൽ എന്ന ദൈവഭക്തനിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ ഒരർഹതയും ശൗലിനില്ല. പക്ഷേ അവിടെ ദൈവം തൻ്റെ ദാസനിലൂടെ അവൻ രാജസ്ഥാനത്തേക്ക് വഴിയൊരുക്കുകയാണ്. അത് തന്നെയുമല്ല, നാം വായിക്കുന്നു, അവനെ കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടു ചെന്നു. പ്രിയപ്പെട്ടവരെ, വിരുന്നുശാലയിലേക്ക് അവൻ ആനയിക്കപ്പെട്ടു. വാസ്തവത്തിൽ കഴുതകളെ കിട്ടാതെ വന്നപ്പോൾ, കാണാതെ വന്നപ്പോൾ തിരികെ അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി ഭവനത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടവനാണ്. എന്നാൽ അവൻ്റെ അപ്പൻ്റെ കഴുതകളെ കണ്ടെത്തുവാൻ അതിനും ദൈവം ക്രമീകരണങ്ങൾ ചെയ്തു.
അത് തന്നെയുമല്ല, അവനെ ഇപ്പോൾ വിരുന്നുശാലയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃപയുടെ അനന്തമായ ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് നമ്മളെ വിരുന്നുശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നമ്മുടെ മീതെ സ്നേഹത്തിൻ്റെ കൊടി നമ്മുടെ കർത്താവ് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, കാൽവറിയുടെ ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ എത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ വിരുന്നുശാലയിലാണ്. ദൈവത്തിന് മുൻപാകെ പാപമോചനം പ്രാപിക്കാത്തൊരു മനുഷ്യൻ നിത്യമായ ശാപത്തിലേക്ക് പോകുന്നവനാ. അങ്ങ് ഏതു കൂട്ടത്തിലാണ്? എന്നാൽ അങ്ങേ ദൈവത്തിൻ്റെ വിരുന്നുശാലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. അതിനങ്ങ് ചെയ്യേണ്ടത്, അങ്ങ് പാപിയാണെന്ന് സമ്മതിക്കണം. അങ്ങയുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിക്കണം. യേശുക്രിസ്തു മരിച്ചത് അങ്ങയുടെ പാപപരിഹാരത്തിനാണെന്നും ക്രിസ്തു മാത്രമാണ് ഏകരക്ഷിതാവെന്നും ദൈവമെന്നും കർത്താവെന്നും അങ്ങ് സമ്മതിച്ച് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേ വഴിത്തലയ്ക്കൽ നിന്ന് ദൈവം വിരുന്നുശാലയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ സഭയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഒടുവിൽ നിത്യതയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നിത്യതയുടെ സ്വർഗീയ അനുഗ്രഹങ്ങളും നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ വിരുന്നുശാലയിൽ കൊണ്ടുചെന്ന് എന്ന് മാത്രമല്ല, ക്ഷണിക്കപ്പെട്ട 30 പേരുടെ ഇടയിൽ അവർക്ക് സ്ഥലം കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണുകയാണ്. അപ്രധാനരായി എണ്ണുകയല്ല, മറിച്ച് പ്രധാന സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ശമൂവേൽ വന്നത് തന്നെ വലിയൊരു കാര്യം. അതിനപ്പുറത്ത് വിരുന്നുശാലയിൽ കൊണ്ടുവന്നത് അതിലേറെ വലിയൊരു കാര്യം. ഇവിടെ ഇതാ അതിനുമപ്പുറത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രധാന സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്, പ്രധാന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യാതൊരു പ്രയോജനവുമില്ലാത്തവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങേ ആർക്കും വേണ്ട, എനിക്കൊരു സ്ഥാനവും ഇവിടെ ഇല്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ, അങ്ങ് യേശുവിലൂടെ പ്രാപിക്കുവാനുള്ള രക്ഷ കരഗതമാക്കിയാൽ, പാപിയാണെന്ന് സമ്മതിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ, അങ്ങേ പ്രധാന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അതിന് മനസ്സുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവജനത്തോട് ഞാനിങ്ങനെ പറയട്ടെ, നമ്മളാക്കപ്പെട്ട സ്ഥാനം വിരുന്നുശാലയാണ്. ആ വിരുന്നുശാലയിൽ നമുക്ക് ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ ക്രിസ്തുവിനോടുകൂടെ ആക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. അതുകൊണ്ട് ലഭിച്ച നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് കൂടുതലായിട്ടുള്ള ദൈവിക അനുസരണത്തിലേക്ക് നമ്മെ തന്നെ ഒരുക്കിയെടുക്കുവാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.